Hello everyone, welcome to Island IAS Ignite Foundation Daily Newspaper Analysis. Myself Anashwara Shaiju. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ലീവിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആദിത്യ സാറിൻ്റെ ലോങ് ക്ലാസ്സസ് എല്ലാവരും കണ്ട് അതൊക്കെ എല്ലാം കണ്ട് ന്യൂസൊക്കെ വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 24 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് എന്തൊക്കെയാണ് ന്യൂസസ് എന്ന് നോക്കാം. നമ്മൾ ഒരു വെനസ്ഡേ ഒക്കെ ആയതുകൊണ്ട് അറിയാം കുറച്ചൊക്കെ ന്യൂസസേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ദെൻ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഹിന്ദുവിലെ സയൻസിൽ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂക്ലിയർ പവർ റിയാക്ഷൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ കുറിച്ച് ഒരു റോഡ് മാപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിഫമേഷൻ റിലേറ്റഡ് ആയിട്ട് ഇന്നലൊരു ന്യൂസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ COP30 ഒക്കെ വരാൻ പോവാണ്. അപ്പൊ അതിന്റെ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മ്യൂസിയത്തിൽ മോഹൻജോദാരോയുടെ ഉള്ള ഡാൻസിങ് ഗേളിന്റെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ട്. അപ്പോൾ അത് റിപ്ലിക്ക മോഷണം പോയിരുന്നു, അതൊരു കേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറെ സബ്മറൈൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു ന്യൂസും അതുപോലെ തന്നെ കുറച്ച് പ്രിലിംസ് ടോപ്പിക്സും ആണ് നമുക്ക് ഇന്ന് കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ന്യൂസസിലേക്ക് കടക്കാം. ദെൻ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് IPR ഗാന്ധിനഗർ പ്രൊപ്പോസ് റോഡ് മാപ്പ് ഫോർ ഇന്ത്യസ് ഫ്യൂഷൻ പവർ പ്ലാന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ന്യൂക്ലിയർ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതിനകത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ് ഫിഷൻ അതുപോലെ തന്നെ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതിലൊന്നാണ് ഫിഷൻ, മറ്റൊന്ന് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫിഷൻ റിയാക്ഷൻ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു വലിയ ലാർജർ ആയിട്ടുള്ള ആറ്റം സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് സ്മോളർ ആറ്റം ആയിട്ട് മാറുന്നു. ആ സമയത്ത് എന്താണ്, അവിടെ ഒരു നല്ലൊരു ഹെവി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് ഈ ഒരു മെത്തേഡാണ്. അതാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സണ്ണിലൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി, അതുപോലെ തന്നെ സ്റ്റാർസിലൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ രണ്ട് സ്മോളർ ആയിട്ടുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആറ്റം ഉണ്ടാക്കുന്നു, ന്യൂക്ലിയസ് ഉണ്ടാക്കുന്നു. അപ്പോഴെന്താണ്, അവിടെ ഹെവി ആയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു എനർജി യൂസ് ചെയ്യുന്നതിനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാർസിലും സണ്ണിലൊക്കെയാണ് ആ ഒരു ഇത് വരുന്നത്. ദെൻ നമ്മൾ എന്തുകൊണ്ട് ഫ്യൂഷൻ റിയാക്ടേഴ്സ് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ഹെവി എനർജിയാണ്. അപ്പൊ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ലോകത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടേഴ്സ് ആണ്. ബട്ട് ഇപ്പൊ കുറച്ച് ഒരു 1-2 years ആയിട്ട് നമ്മൾ ചെറിയൊരു ഷിഫ്റ്റിലോട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ വെച്ചിട്ടുള്ള റിയാക്ടേഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ടോക്മാക് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വലിയൊരു ആർട്ടിഫിഷ്യൽ സണ്ണൊക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ചൈന, അതുപോലെ തന്നെ ഇന്ത്യ, അങ്ങനെ കുറച്ച് കൺട്രീസ് ഒക്കെ കൂടിയിട്ട് നമ്മളൊരു ITER എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ സണ്ണിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇന്ത്യ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടേഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് ബിൽഡ് ചെയ്യുന്ന നമ്മുടെ ഏജൻസിയാണ് നമ്മുടെ IPR ഗാന്ധിനഗർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച് ആണ്. IPR എന്ന് പറയുന്നത് ഗാന്ധിനഗർ ആണ്. അവർ ആദ്യമായിട്ട് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇലക്ട്രിസിറ്റി ജനറേറ്റർ ഡെവലപ്പ് ചെയ്യുവാന്നുണ്ട്. അതിന്റെ പേരാണ് സ്റ്റഡി സ്റ്റേറ്റ് സൂപ്പർ കണ്ടക്ടിങ് തോക്കാമാക് ഭാരത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ SST ഭാരത് എന്നാണ് അതിന്റെ പേര്. നമ്മൾ ഫസ്റ്റ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 100 MW ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 130 MW ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ പവറിന്റെ ഔട്ട്പുട്ട് ഒരു 5x മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഫ്യൂഷൻ റിയാക്ടർ ആയിട്ട് കിട്ടണമെന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യമൊക്കെ. ദെൻ ഇവിടെ ഇപ്പോൾ നമ്മൾ കമ്മീഷൻ ചെയ്യുന്ന ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് 2060 ആകുമ്പോഴത്തേക്കും
നമ്മൾ ആ ഫ്യൂഷൻ റിയാക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം, ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റണം. കാരണം നമ്മൾ ഫ്യൂഷൻ പറഞ്ഞു എന്താണ്, കുറച്ച് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം എന്താ ചെയ്യുന്നത്, നമ്മൾ ഫിഷൻ അതുപോലെ തന്നെ ഫ്യൂഷൻ രണ്ടും കമ്പൈൻഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് മോഡലിലാണ് നമ്മളിപ്പോൾ അത് ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്നത്. ദെൻ 2060 ആകുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളി ഫ്ലഡ്ജിൽ ഫ്യൂഷൻ റിയാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു എയിം ഒക്കെ പറയുന്നത്. ദെൻ ഇവിടെ എന്താണ് ഫ്യൂഷൻ എന്താന്ന് പറയുന്നു, 2 സ്മോളർ ലൈറ്റ് ആറ്റംസ് കം ടുഗദർ ടു ഫോം എ ബിഗർ ഹെവിയർ ആറ്റം. അതൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് എന്ത്, സ്റ്റാർസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനകത്ത് ഹീറ്റ് ആൻഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകുന്നു എന്ന് പറയുന്നു. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ ന്യൂക്ലിയർ ഫിഷൻ ആണെന്ത്, നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊന്ന് കാര്യം എന്ന് പറയുന്നത് അതിന്റെ വേസ്റ്റ് പ്രൊഡ്യൂസ് ആണ്. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടേഴ്സിൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്ന സമയത്ത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കുറവായതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ആളുകൾ എന്താണ് ഈ പറയുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഫിഷൻ റിയാക്ടേഴ്സ് ഉപയോഗിക്കാനായിട്ട് കാരണമൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്താ എക്സ്ട്രീം കണ്ടീഷൻസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ മാത്രമേ നമുക്കത് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നമ്മൾ മെയിൻലി നമ്മളിപ്പോൾ കറന്റ്ലി ഉപയോഗിക്കുന്നത് ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 ടെക്നിക്കുകളാണ്. ഒന്ന് പോപ്പുലൈസ്ഡ് വേ എന്ന് പറയുന്നത് അച്ചീവ് ഇനീഷ്യൽ കൺഫൈൻമെന്റ് അതുപോലെ തന്നെ മാഗ്നറ്റിക് കൺഫൈൻമെന്റ്, ഇങ്ങനെ 2 വേസിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനീഷ്യൽ കൺഫൈൻമെന്റ് യൂസ് ചെയ്യുന്നത് പവർഫുൾ ആയിട്ടുള്ള ലേസേഴ്സ് ടു ബ്ലാസ്റ്റ് ക്യാപ്സൂൾ വിത്ത് എക്സ്റേ ഇനീഷ്യേറ്റ് ഫ്യൂഷൻ. അതുപോലെ തന്നെ മാഗ്നറ്റിക് കൺഫൈൻമെന്റ്സ് വർക്ക് ബൈ റീക്രിയേറ്റിംഗ് സം ഓഫ് ദ കണ്ടീഷൻസ് ഇൻസൈഡ് സ്റ്റാർസ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂഷൻ റിയാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടുതലായിട്ടുള്ള അതിന്റെ രീതിയിലുള്ള സയന്റിഫിക്കിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ദെൻ ഇന്ത്യ നമ്മുടെ ITR പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ ആണ് ITR എന്ന് പറയുന്നത്. ഇന്ത്യ, ചൈന അതുപോലെ തന്നെ കുറച്ച് കൺട്രീസ് ഒക്കെ കൂടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു എല്ലാവരും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരു പ്രൊജക്റ്റാണ് ITR എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ പ്ലാസ്മയെ കുറിച്ചാണ് പറയുന്നത്. പ്ലാസ്മയുടെ ഒരു Q പോയിന്റിനെ കുറിച്ച് പറയുന്നു. റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ദ ഇൻപുട്ടിനെയാണ് നമ്മൾ Q വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു Q വാല്യൂ ആണ് അതിന്റെ എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് Q വാല്യൂ 1-നേക്കാളും മച്ച് ഗ്രേറ്റർ ആയിട്ടുള്ള ഇതുണ്ടായാലാണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റിയാക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഒരു എയിം ITERന്റെ എയിം എന്ന് പറയുന്നത് Q വാല്യൂ 10 ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ പവർ പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആ ഒരു Q10 ആയിട്ടുള്ളത് ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡോണറ്റ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു റിയാക്ടർ വെസൽ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനാണ് നമ്മൾ ടൊക്കാമാക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ പറയുന്നത് ഈ റോഡ് മാപ്പ്, എങ്ങനെ നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ കുറിച്ചുള്ള റോഡ് മാപ്പ് ഉണ്ടാക്കാമെന്നാണ്. അതിന് ഡിജിറ്റൽ ട്വിന്നിങ് 2 കാര്യങ്ങളാണ് അവിടെ എടുത്തു പറയുന്നത്. 2 പ്രൊപ്പോസൽസ് ആണ് സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വെർച്വൽ റിപ്ലിക്കാസ് ഓഫ് ഫിസിക്കൽ സിസ്റ്റം മിമിക് റിയൽ ടൈം കണ്ടീഷൻസ് ഇൻ ടോക്മാക്. ടോക്മാക്കിൽ എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉള്ളതെന്നുള്ള അതേ റിയൽ ടൈം കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അതൊരു വെർച്വൽ റിപ്ലിക്ക ഉണ്ടാക്കാന്നുള്ളതാണ് ഒരു വഴി. മറ്റൊന്ന് നമ്മുടെ മെഷീൻ ലേണിംഗ്സ് വെച്ചിട്ട് പ്ലാസ്മ കൺഫൈൻമെന്റ് അതുപോലെ തന്നെ പ്രോഗ്രാം ടു ഡെവലപ്പ് റേഡിയേഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ദെൻ നമുക്ക് 2060 ആകുമ്പോഴത്തേക്കും ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് അതിന് നല്ല രീതിയിലുള്ള പോളിസീസ് വേണം, ഫണ്ടിങ് വേണം. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഫണ്ടിങ് ആൻഡ് പോളിസി ആർ എന്താണ് നമുക്ക് ക്രൂഷ്യൽ ആണ്. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് വയബിലിറ്റി ഓഫ് ഫ്യൂഷൻ ഈസ് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കിത് വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് നല്ല രീതിയിൽ ന്യൂക്ലിയർ പവർ വെച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഭാവിയിലോട്ട് അത് ബെനിഫിറ്റ് ആവും എന്നൊക്കെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ദെൻ നമ്മുടെ ITR ഉള്ള പാർട്ണർഷിപ്പും നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും എന്നൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയിൽ വരുന്ന ഒരു ഏരിയ ആണ്.
അബൌട്ട് ഡീഫമേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പൊ ഡീഫമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതാണ്. കാരണം വേറെ ഒന്നുമില്ല, ആ ഒരാളെ ഇപ്പൊ എനിക്കെതിരെ ഒരാള് എൻ്റെ എന്താ പറയാ എൻ്റെ ഇമേജ് തകർക്കുന്ന രീതിയിലുള്ള ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മെന്റലി ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇമേജ് തകർത്തുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഡിഫമേഷൻ പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഡിഫമേഷൻ ആണ് പറയാറ്. ഒന്ന് മോണിറ്ററി ഡിഫമേഷൻ, മറ്റൊന്ന് ക്രിമിനൽ ഡിഫമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എൻ്റെ ആ ഒരു ഇമേജ് ഒക്കെ തകർന്നു കഴിയുന്ന സമയത്ത് ഞാനത് എനിക്കെതിരെ കള്ളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോടതിയെ സമീപിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്ററി നമുക്ക് അതിനായിട്ടുള്ള പൈസ വാങ്ങാനായിട്ട് പറ്റും. എനിക്ക് മാനനഷ്ടം വന്നതുകൊണ്ട് എനിക്ക് ഇത്ര പൈസ ആ പറഞ്ഞ ആള് തരണം എന്നുള്ള രീതിയിൽ എനിക്ക് കോടതിയിലേക്ക് ചെല്ലാനായിട്ട് പറ്റും. മറ്റൊന്നെന്ന് പറയുന്നത് ക്രിമിനൽ ഡിഫോമേഷൻ ആണ്. അതായത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ ജയിലിൽ അടയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഡിഫോമേഷൻ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്രിമിനൽ ഡിഫോമേഷനെ കുറിച്ചാണ്. നമ്മുടെ ക്രിമിനൽ ഡിഫോമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 2016 ഒരു കേസ് ഉണ്ടായിരുന്നു, സുബ്രഹ്മണ്യൻ സ്വാമി വിസസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയുന്ന ആ ഒരു കേസിൽ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ക്രിമിനൽ ഡിഫോമേഷൻ എന്താണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ അപ്ഹെൽഡ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നും എന്താണ് ഈ പറയുന്ന ക്രിമിനൽ ഡിഫോമേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അതിപ്പോഴും നമുക്ക് മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അതിനെതിരെ ഒരു കേസ് ഇന്നലെ സെപ്റ്റംബർ 22 ജേർണലിസം വിസിസ് എന്താണ് ജേർണലിസം ആളുകളുടെ ആ ഒരു കേസ് ഫൗണ്ടേഷൻ ഫോർ ഇൻഡിപെൻഡന്റ് ജേർണലിസം എന്ന് പറയുന്ന ഒരു പ്രൊസീഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജസ്റ്റിസ് ആയിട്ടുള്ള MM സുന്ദരേഷ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ന്യൂസിൽ. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു എഡിറ്റോറിയൽ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ക്രിമിനൽ ഡിഫമേഷനെ കുറിച്ചാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ ക്രിമിനൽ ഡിഫമേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരാൾക്കെതിരെ പറയുന്ന വേർഡിങ്സ് കൊണ്ട്, അതായത് അവർക്കൊരു ഫിസിക്കലി ഒരു അബ്യൂസ് അവിടെ നടക്കുന്നില്ല, പക്ഷേ വേർഡ്സ് വഴി പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, നമ്മുടെ ഡിഗ്നിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ആർട്ടിക്കിൾ 21 പ്രകാരം നമ്മുടെ ഡിഗ്നിറ്റി ഓഫ് ലൈഫിന് എതിരാണെങ്കിൽ പോലും നമ്മൾ ഒരാൾ ഫിസിക്കലി അവരെ അബ്യൂസ് ചെയ്തിട്ടില്ല, കാരണം അവരൊരു വേർഡ്സ് കൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരാളെ 2 വർഷം അല്ലെങ്കിൽ അത്രയും കാലം ജയിലിൽ ഇടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് നമ്മുടെ ജസ്റ്റിസ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ, ഈ പറയുന്ന ക്രിമിനൽ ഡിഫോമേഷൻ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അതൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് വരുന്നത്. കാരണം ഇപ്പൊ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിനെതിരായിട്ട്, അതുപോലെ തന്നെ ജേർണലിസ്റ്റിന് എതിരായിട്ടൊക്കെയാണ് ഈ ഡിഫോമേഷൻസ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കെതിരെ ഇങ്ങനെ ഒരാൾ എന്തെങ്കിലും ഡിഫോമേഷൻ, നമ്മുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നമുക്കൊരു മോണിറ്ററി ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചക്ഷൻസ് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു അയാൾ പറഞ്ഞ വേർഡിങ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. അയാളുടെ ആ ഒരു കാര്യങ്ങള് ബെനിഫിറ്റ് നല്ല രീതിയിൽ നാശം വരുത്തിയതിന് നല്ല രീതിയിൽ ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ അവരെ ജയിലിൽ അടയ്ക്കുന്നത് വഴി ഇപ്പൊ ഒരു പൊളിറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഇയേഴ്സ് ജയിലിൽ കിടക്കുന്ന സമയത്ത് പിന്നെ അവരുടെ MP സ്ഥാനം പോകും. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവരുടെ ഓപ്പർച്യൂണിറ്റി ഒക്കെ പോവുകയാണ്. അപ്പൊ അവിടെ എടുത്ത് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊട്ടക്ടിങ് ഡിഗ്നിറ്റി മേ ജസ്റ്റിഫൈ സ്ട്രോങ് സേഫ് ഗാർഡ്സ്, പ്രൊട്ടക്ടിങ് റെപ്യൂട്ടേഷൻ സെൽഡം വാറന്റ്സ് ക്രിമിനൽ പണിഷ്മെന്റ്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഗ്നിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞ തെറ്റ് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പണിഷ്മെന്റ് അയാളെ ചെയ്യാം. പക്ഷെ അത് ക്രിമിനൽ പ്രൊസീഡിങ്സ് ആവണം എന്നില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇത് പ്രശ്നമാവാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഡിഫോമേഷൻ, ക്രിമിനൽ ഡിഫോമേഷനായിട്ട് ലോവർ ജുഡീഷ്യറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരതിന് ഹിയറിംഗ് പോലും കേൾക്കാണ്ട് അതിന് എന്താണ് വേർഡിക്റ്റ് ഒക്കെ പറയാനായിട്ട് വരുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻസ്ട്രുമെന്റൽ പ്രൊപ്പഗണ്ട ആയിട്ട് മാറുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ക്രിമിനൽ ഡിഫോമേഷൻ എന്ന് പറയുന്നത് ഒരു വെപ്പൺ ആയിട്ട് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ തന്നെ ആളുകളും ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജേർണലിസ്റ്റ് ഒക്കെ
അവർക്കും എന്താണ് റൈറ്റ് ടു സ്പീച്ച് ഉണ്ട്, എല്ലാവർക്കും റൈറ്റ് ടു സ്പീച്ച് ഉണ്ട്. അപ്പൊ എങ്ങനെ ക്രിമിനൽ ഡീഫോർമേഷൻ കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ ഓപ്പൺ ആയിട്ട് ടോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് ഒട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യമല്ല. ദെൻ ജേർണലിസ്റ്റിനെ എതിരൊക്കെ വരുന്ന സമയത്ത് അവരിതിന്റെ പിന്നാലെ വർഷങ്ങളോളം നടക്കണം. ദെൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ആള് കേസ് വേറൊരു സ്ഥലത്താണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യണം. അതുപോലെ തന്നെ റിസ്ക് ഓഫ് അറസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്രീ എക്സ്പ്രഷൻ അതുപോലെ തന്നെ സ്പീച്ചിനൊക്കെ എതിരാണ് ഈ പറയുന്ന ക്രിമിനൽ ഡിഫോർമേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ UK എന്ന് പറയുന്ന ആ ഒരു കൺട്രീസ് നിന്നാണ് നമ്മുടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കൺട്രി പോലും ഈ പറയുന്ന ക്രിമിനൽ ഡിഫോർമേഷനെ എടുത്തു കളഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവർ പോലും അങ്ങനെയുള്ള ലോസിനെ ഇൻകാപ്റ്റബിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളും ഈ ഒരു ഇത് പിന്തുടരേണ്ടതായിട്ട് ആവശ്യം ഇല്ല എന്നാണ് ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് അത്ര രണ്ടുമാണ് നമ്മുടെ ലീഡിങ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ഇൻ COP30. നമ്മുടെ എൻവയോൺമെന്റിൽ നടക്കുന്ന കൺവെൻഷൻസ് ആണ് UNFCCC എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, ഇതൊക്കെ എങ്ങനെ കുറയ്ക്കണം, ഓരോ ആളുകൾ എത്രത്തോളം ഇതിനൊക്കെ കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നത് UNFCCയുടെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് വെച്ചിട്ടാണ്, COPs വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ 30ാമത്തെ കോൺഫറൻസ് നമ്മൾ ബ്രസീലിൽ വെച്ചിട്ട് ചേരാനായിട്ട് പോവാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്, അതായത് ഓരോ കൺട്രീസും കാർബൺ എമിഷൻ എത്രത്തോളം കുറയ്ക്കും, അല്ലെങ്കിൽ ഓരോ എമിഷൻസ് എത്രത്തോളം കുറയ്ക്കുമെന്ന് പറയുന്നതാണ് നമ്മുടെ NDCs എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന NDCs സബ്മിറ്റ് ആയിട്ട് പോവാനായിട്ട് പോവാണ്. COP നടക്കാൻ പോകുന്നത് November 10 അപ്പൊ നമുക്ക് നവംബറിൽ UNFCCനെ കുറിച്ചും നമ്മുടെ COPനെ കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ ടൈമിൽ. ദെൻ ഇവിടെ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് NDC അപ്ഡേറ്റ് ചെയ്തത് നമ്മുടെ 2022 നമ്മുടെ റെഡ്യൂസ് എമിഷൻസ് ഇന്റൻസിറ്റി ഓഫ് GDP by 45% ഓഫ് 2005 ലെവൽ. 2005 കാർബൺ എമിഷൻസ് ലെവലിനേക്കാളും 45% നമ്മളത് കുറയ്ക്കുമെന്നുള്ളതായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വരുന്നത് NDC 3.0 ആണ്. അത് എക്സ്പെക്റ്റഡ് ടു റിഫ്ലക്ട് ഡിഗ്രി ഓഫ് എമിഷൻ റിഡക്ഷൻ ബൈ 2035 ആകുമ്പോഴത്തേക്കും നമ്മുടെ എമിഷൻസ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ദെൻ അവിടെ യൂറോപ്യൻ യൂണിയന്റെ ടാർഗറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യ എന്താണ്, എക്സ്പെക്റ്റഡ് ടു ഓപ്പറേഷണലൈസ് ഇന്ത്യ കാർബൺ മാർക്കറ്റ് ബൈ 2026. നമ്മളൊരു ഇന്ത്യ കാർബൺ മാർക്കറ്റ് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ എന്താണ് അതിനകത്ത് which 13 major sectors will be given mandatory emission intensity ടാർഗറ്റ്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ കാർബൺ മാർക്കറ്റ് ബൈ 2026 എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ന്യൂസിൽ നല്ല രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് NDCs എന്ന് അറിയാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. COP UNFCC ഒക്കെ ക്ലാസ്സുകളിൽ പഠിക്കും. അതുപോലെ തന്നെ നമുക്ക് COP വരുന്ന സമയത്ത് ന്യൂസിലുണ്ടാവും. അപ്പോൾ അന്ന് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിനിൽ നോക്കാം. ദെൻ നെക്സ്റ്റ് ന്യൂസ്, ഇത് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. നമ്മുടെ മ്യൂസിയം, നാഷണൽ മ്യൂസിയത്തിൽ വെച്ചിരുന്ന മോഹൻജൊദാരോയിലെ ഡാൻസിങ് ഗേളിന്റെ ഒരു ബ്രോൺസ് സ്റ്റാച്യു ആണ്. അപ്പൊ നമ്മുടേത് ഇൻഡസ് വാലി സിവിലൈസേഷൻസ് നിന്ന് കിട്ടിയിട്ടുള്ളൊരു സ്റ്റാച്യു ആണ് ഈ പറയുന്ന ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു റിപ്ലിക്ക നമ്മുടെ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയി. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു പ്രൊഫസറിനെയൊക്കെയാണ് അവര് കേസിൽ പിടിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ മോഹൻജൊദാരോ അല്ലെങ്കിൽ ഡാൻസിങ് ഗേളിനെ കുറിച്ച് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഡാൻസിങ് ഗേൾ ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഐക്കോണിക് ആയിട്ടുള്ള ഒരു ആർട്ടിഫാക്റ്റ് ആണ് ഫ്രം ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയും. അതായത് ഇത് ഡിസ്കവർ ചെയ്യുന്നത് 1926 ബൈ ആർക്കിയോളജിസ്റ്റ് ഏർണസ്റ്റ് മക്കേ മോഹൻജൊദാരോയിലാണ് കണ്ടുപിടിക്കുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് അർബൻ സെറ്റിൽമെന്റ് ഇൻ ആൻഷ്യൻ ഇന്ത്യ ആണ് നമ്മുടെ മോഹൻജൊദാരോ എന്ന് പറയുന്നത്. ഇത് മേഡപ്പ് ചെയ്തിരിക്കുന്നത്
ബ്രോൺസ്, അതുപോലെ തന്നെ ലോസ് ടു വാക്സ് ടെക്നിക്സ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റാച്യു ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ സിഗ്നിഫിക്കൻസ് എന്താ, അത് നമുക്ക് ആ ഒരു മോഹൻജൊദാരോ ഏരിയയിലുള്ള അവരുടെ ആർട്ട്, കൾച്ചർ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. എക്സിസ്റ്റൻസ് ഓഫ് ഫിഗർ ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് ഹൈ ആർട്ട് ഇൻ ഹാരപ്പൻ സൊസൈറ്റി. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിക് ആ ഒരു ആളുടെ കലകൾ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്രാഫ്റ്റ്മാൻഷിപ്പ്, അവരുടെ കൾച്ചറൽ സിംബൽസ് ഒക്കെയാണ് ഇതിൽ കൂടെ നമുക്ക് പ്രസന്റ് ആവുന്നത്. അതുപോലെ തന്നെ റിയലിസം, നാച്ചുറലിസം, ആ ഒരു സെൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇക്കഴിഞ്ഞ UPSC പ്രിലിംസ് 2025 ഡാൻസിങ് ഗേളിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഫേമസ് ഫീമെയിൽ ഫിഗർ നൗൺ ആസ് ഡാൻസിങ് ഗേൾ ഫൗണ്ട് അറ്റ് മോഹൻജൊദാരോ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർണിലിയൻ, ക്ലേ, ബ്രോൺസ് ആൻഡ് ഗോൾഡ്. ആൻസർ എന്താ ഞാൻ ഇതിനകത്ത് പറഞ്ഞിരുന്നു. ആൻസർ എല്ലാവരും കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ അതാണ് നമ്മുടെ ഈ ഒരു ന്യൂസിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യസ് എക്സ്പാൻഡിങ് നേവൽ ഫ്ലീറ്റിനെ കുറിച്ചാണ്. എന്താണ്, നമ്മൾ കുറെ നേവി ഷിപ്പൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊരു INS അവരോധിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലെ എന്താണ്, നമ്മുടെ മെർഷ്യൻ്റ് നേവി റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറെ ഷിപ്പുകളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്, വെസൽസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ്, നേവൽ ബേസ് സ്ട്രോങ് ആക്കുക, നമ്മുടെ നേവി എന്ന് പറയുന്ന സെക്ഷൻ സ്ട്രോങ് ആക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 54 വെസലുകൾ എന്താണ് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് 10 ഈ വർഷം നേവിയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഒരു 200 വാർഷിപ്സും നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സബ്മറൈൻസ് 2035 ആകുമ്പോഴത്തേക്കും നമ്മുടെ സബ്മറൈൻസിന്റെ ഒക്കെ നമ്പേഴ്സ് കൂട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ഇതെന്താണ്, ആസ് എ പാർട്ട് ഓഫ് നമ്മുടെ സാഗർ പ്രോഗ്രാമിന്റെ ഭാഗമാണ് അഡ്വാൻസിങ് ഇന്ത്യ സാഗർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ ആണ് സാഗർ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ 2030 ആകുമ്പോഴത്തേക്കും ഒരു 54 വെസൽസ് നമ്മുടെ നേവിക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 200 വാർഷിപ്സും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഈ അടുത്ത് കമ്മീഷൻ ചെയ്ത ഒരു വെസലാണ് നമ്മുടെ ജൂലൈ 1 കമ്മീഷൻ ചെയ്തതാണ് INS തമാൽ എന്ന് പറയുന്നത്. നമ്മൾ റഷ്യയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രിഗേറ്റ് ആണ് INS തമാൽ എന്ന് പറയുന്നത്. നമ്മൾ ലാർജ് ഈ അടുത്ത് പുറത്ത് ബിൽഡ് ചെയ്ത ഒരു കപ്പലാണ് INS തമാൽ എന്ന് പറയുന്നത്. കാരണം ഇപ്പം എല്ലാം നമ്മൾ എന്താണ് ഇൻഡിജീനിയസ്ലി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് നല്ല ഷിപ്പ് യാർഡുകൾ ഉണ്ട്. അപ്പം നമ്മുടെ ഗുജറാത്തില്, കൊച്ചിയിൽ, അതുപോലെ തന്നെ മസഗോണ്ടോക്കും, കൊച്ചിൻ ഷിപ്പ് യാർഡ്, അങ്ങനെ നല്ല നല്ല ഷിപ്പ് യാർഡുകൾ നമുക്കുള്ളത് കൊണ്ട് അവിടെ തന്നെ ഇൻഡിജീനിയസ്ലി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്മൾ പുറത്ത് ബിൽഡ് ചെയ്ത ഒരു ഷിപ്പാണ് നമ്മുടെ INS തമാൽ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇതൊരു 8 ക്രിവാക് ക്ലാസ് ഫ്രിഗേറ്റ് ആണ്. അതെന്താന്നൊക്കെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദെൻ അതുപോലെ തന്നെ INS അന്ത്രോദ് ഞാൻ പറഞ്ഞിരുന്നു, കമ്മീഷൻ ചെയ്തിരുന്നു. അതെന്ന് പറയുന്നത് എന്താണ്, ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മൊത്തം എന്താണ് 80% ഇൻഡിജീനിയസ് കണ്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഫുള്ളി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ നമ്മുടെ ഇന്നത്തെ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് അബൌട്ട് നമ്മുടെ ഒരു ടീ സെക്ടറിനെ കുറിച്ച്. നമ്മുടെ ഇന്റർനാഷണൽ ടീ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ന്യൂസിൽ നോക്കാനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളാണ്. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു PYQ നോക്കാം. 2024 ചോദിച്ചിട്ടുള്ള ഒരു PYQ ആണ്. Which of the following countries are well known as the 2 largest cocoa producers in the world? കൊക്കോ പ്രൊഡ്യൂസേഴ്സിന്റെ വേൾഡിനെ കുറിച്ചുള്ള വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അൾജീരിയ, മൊറോക്കോ, ബോട്സ്വാന, നമീബിയ, കോട്ട് ഐവോർ, അതുപോലെ തന്നെ ഘാന, മഡഗാസ്കർ ആൻഡ് മൊസാംബിക്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ വരുന്നത് C ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും UPSC ചോദിക്കുന്ന കുറച്ച് പ്രിലിംസിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ക്രോപ്സ് എന്ന് പറയുന്നത്. ആ ക്രോപ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകളാണ് നമ്മുടെ ടീ, കൊക്കോ, അതുപോലെ തന്നെ കോഫി, അതുപോലെ തന്നെ കോട്ടൺ, അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിൻ്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ തന്നെ എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, ആ ഒരു ആദ്യത്തെ ഒരു 5 അറിഞ്ഞിരിക്കുന്ന എന്താണ് നമുക്ക് പ്രിലിംസില് നല്ല എളുപ്പം ആണ്. അപ്പൊ എല്ലാ വർഷവും അപ്ഡേറ്റ് ആവും. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ലാർജസ്റ്റ് എക്സ്പോർട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത്
ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി എന്ന് പറയുന്നതാണ് ചൈനയാണ്. അതിനകത്ത് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ് നമ്മൾ ഇന്ത്യ വരുന്നത്. അതുപോലെ തന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് ടീ ആൻഡ് തേർഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടേഴ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ടീയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ കേസാണ് പറയുന്നത്. ദെൻ ലാർജസ്റ്റ് എക്സ്പോർട്ടർ എന്ന് പറയുന്ന ആരാണ്? കെനിയാണ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഇൻ ടീ, അതുപോലെ തന്നെ ഷിപ്മെന്റ്. ദെൻ സെക്കൻഡ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ആണ് നമ്മുടെ ചൈന വരുന്നത്. അത് കഴിഞ്ഞിട്ട് തേർഡ് ആരാണ്? ഇന്ത്യയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഓർഡർ, എക്സ്പോർട്ടിങ്ങിന്റെ ഓർഡർ വരുന്നത് കെനിയ, ചൈന, ദെൻ ഇന്ത്യ ആണ്. അത് ഇൻ എക്സ്പോർട്ട് ഇതിലാണ്. പ്രൊഡ്യൂസറിൽ വരുമ്പോൾ ചൈനയാണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ, ദെൻ ഇന്ത്യ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കെനിയ വരുന്നത് അതിൻ പ്രൊഡക്ഷനിൽ. കെനിയയ്ക്ക് മുമ്പ് ശ്രീലങ്ക ഉണ്ട്. അപ്പൊ ഇതാണ് ആ ഒരു ഓർഡർ വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കണം? ഒരു ക്രോപ്പ് വരുന്ന സമയത്ത് അതിന്റെ എക്സ്പോർട്ട് നോക്കണം, ഇമ്പോർട്ടേഴ്സ്, ലാർജസ്റ്റ് ഇമ്പോർട്ടേഴ്സ് ഇൻ വേൾഡ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളതും ഒരു ടോപ്പ് 1 to 5 നോക്കുന്നത് നമുക്ക് പ്രിലിംസ് റിലേറ്റഡിൽ ഈസി ആയിരിക്കും. അതാണ്. ദെൻ നെക്സ്റ്റ്, നമ്മൾ ഇന്നലെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ 71st നാഷണൽ അവാർഡ്സ് ഒക്കെ കൊടുത്തു. അപ്പൊ നമ്മുടെ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടു, അദ്ദേഹം പറഞ്ഞ വേർഡ്സുകളൊക്കെ കേട്ടു. ദെൻ നമ്മുടെ കേന്ദ്രമന്ത്രി ലാലേട്ടനെ OG, ഒറിജിനൽ ഗ്യാങ്സ്റ്റർ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ആ ഒരു ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തു. നമുക്ക് പ്രിലിംസിൽ ഇതുവരെ നാഷണൽ അവാർഡ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ നമ്മുടെ PSC SSC പോലുള്ള എക്സാമുകളിൽ PSCയിലൊക്കെ നന്നായി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതറിഞ്ഞിരിക്കുക. ദാദാ സാഹിബ് ഫാൽക്കെനെ കുറിച്ചൊക്കെ ആദിത്യ സാറിന്റെ ക്ലാസ്സിൽ മുൻപത്തെ വീഡിയോസിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദാദാ സാഹിബ് ഫാൽക്കെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് ശ്രീ മോഹൻലാലിന് ലഭിച്ചത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാറുഖ് ഖാൻ, അതുപോലെ തന്നെ വിക്രം മാസിയാണ് നമ്മുടെ ബെസ്റ്റ് ആക്ടർ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ റാണി മുഖർജിയാണ് ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നമ്മൾ ചെയ്തതും. ദെൻ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് നമ്മൾ ഇന്ന് നോക്കിയതെന്ന് നോക്കാം. ദെൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ റോഡ് മാപ്പിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷനിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. 2060 ആകുമ്പോഴത്തേക്കും ഫുള്ളി ന്യൂക്ലിയർ ഫ്യൂഷൻ ആയിട്ടുള്ള റിയാക്ടർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഏത് ഏജൻസിയാണ് അത് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഡിഫമേഷനെ കുറിച്ചാണ്. ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു നമ്മൾ. അതുപോലെ തന്നെ ഇന്നലത്തെ ന്യൂസ് റിലേറ്റഡും വന്നിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഡിഫൈൻ. അതുപോലെ എന്താണ് നമ്മുടെ ക്രിമിനൽ ഡിഫമേഷൻ അവോയ്ഡ് ചെയ്യുന്നത്, നമ്മൾ ലോയിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ഇൻ COP13 കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് നമ്മുടെ മോഹൻജൊദാരോയിലെ ഡാൻസിങ് ഗേളിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ആ ഒരു സ്റ്റാച്യൂന്റെ റിപ്ലിക്ക മോഷണം പോയത് റിലേറ്റഡ് ഒരു ന്യൂസ് വന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേവൽ ഫ്ലീറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയത് നെക്സ്റ്റ് ന്യൂസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ടീ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ പ്രിലിംസിൽ നമ്മൾ ക്രോപ്സ് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാഷണൽ അവാർഡ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ന്യൂസൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ബാച്ച് സ്റ്റുഡൻസ് ഒന്നും പേടിക്കണ്ട, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ആ ഒരു ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി ഒരു ട്രാക്കിലോട്ട് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ ബാച്ച് സ്റ്റുഡൻസ് ഈ ഒരു ഇതിൽ ഫോളോ ചെയ്ത് വരിക. നമ്മളൊരു 1 month ആകുമ്പോഴത്തേക്കും നമ്മളൊരു ട്രാക്കിലാവുന്നതാണ്. ദെൻ അത് കഴിഞ്ഞൊരു 2-3 months ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.